ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം തന്നെ നടത്തിയ എല്ലാ LD എക്സാമിൻ്റെ ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ള ആനുകാലികവും അത് പോയിട്ട് ഈ ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആനുകാലികമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആനുകാലികമൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന LD എക്സാം ഉള്ളവർ മസ്റ്റായിട്ടും പഠിച്ചു പോവുക, കൺഫ്യൂഷൻ വരാതെ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, പഠിക്കുക. നമുക്കറിയാമല്ലോ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ നല്ല ചാൻസാണ്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. ഓക്കെ, 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ശരി ഏത്? ഇവിടെ ശരി ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ ഏതൊക്കെയാണ് 1ഉം 2ഉം? സ്ത്രീ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തിനും ഡിഗ്രിയോ അതിലധികമോ വിദ്യാഭ്യാസമുള്ളവരാണ്. പുരുഷ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം സ്ത്രീ കുടിയേറ്റക്കാരെക്കാൾ കുറവാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ എന്താണ് HSCയുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഒരു ആനുകാലിക ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ്, അതിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കേട്ടോ. 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 മാത്രമാണ് ശരി. നമുക്ക് നോക്കാം. ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ചൈന. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ചൈന. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മിച്ചമുള്ളത് US-ഉമായിട്ടാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് USA. അപ്പോൾ എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. ഇത് കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ഇത് കറണ്ട് അഫേഴ്സ് ഭാഗത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ദേശീയ മൾട്ടി ഡയമെൻഷൻ പോവേർട്ടി ഇൻഡെക്സ് പ്രകാരം ദരിദ്രരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 സംസ്ഥാനങ്ങൾ ഏവ? ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നമുക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യമാണ് ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. ഇതൊക്കെയാണ് ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി പ്രിയ AS ആണ് കേട്ടോ. പ്രിയ AS ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമേത്? ഓപ്ഷൻ ബി ബംഗളൂരു ആണ്. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 1%. നമുക്കറിയാം ഈ സൗരമിഷനെ പറ്റിയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്താണ്, ട്രെൻഡിങ് ടോപ്പിക്ക് തന്നെയാണ്. എല്ലാം PYQ. എന്തായാലും 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗം ആദിത്യയുടെ, അതായത് സൗരമിഷനുമായിട്ട് ബന്ധപ്പെട്ട ആദിത്യ L1 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നാറ്റോയുടെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നാറ്റോയെക്കുറിച്ച് ചോദിക്കാൻ അധികം ചാൻസ് ഉള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗമേ ഉള്ളൂ, അപ്പോൾ അത് കണ്ടിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതുപോലെ തന്നെ ആദിത്യയുടെ ക്വസ്റ്റ്യനും പഠിച്ചിട്ട് പോവുക, ചോദിക്കും. നിയമനങ്ങളാണ് കേട്ടോ, ഇതൊക്കെ ചോദിച്ചതാണ്, പഠിച്ചിട്ട് പോവുക കേട്ടോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. ആദിത്യ L1 ദൗത്യം ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഞാൻ പറഞ്ഞു ആദിത്യ എന്താണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി LVM-3 ആണ്. LVM-3 ആണ് ആദിത്യ L1 റോക്കറ്റ്. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യയിലെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അപ്പം ഇതും ചോദിക്കാൻ കാരണം എന്താണ്, 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് ആ ക്വസ്റ്റ്യൻ എല്ലാം, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു G20 പറ്റി. അപ്പോൾ പഠിച്ചു വയ്ക്കുക അമിതാഭ് കാന്ത്. 2023 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരാണ്? നർഗീസ് മുഹമ്മദിയാണ്. ഇറാനി മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു കേട്ടോ ഇദ്ദേഹം. വിമണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം ഈ നൊബേൽ പുരസ്കാരം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രസതന്ത്രവും സാഹിത്യവും ഇതെല്ലാം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷൻ, ഇതിൻ്റെ ആൻസർ ആരാണ്? അരുൺകുമാർ മിശ്ര ആയിരുന്നു. എന്നാൽ ഇനി ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആക്ടിംഗ് ആയിട്ടുള്ളത് ആരാണ്? വിജയഭാരതി സയാനിയാണ് കേട്ടോ. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആക്ടിംഗ് ആണ്, വിജയഭാരതി സയാനിയാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? അഖിൽ പി ധർമ്മജനാണ്. ഇതെന്തായിരുന്നു? ഇത് ഒരു കുറേ നാളുകൾക്ക് മുന്നേ ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ബുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അഖിൽ പി ധർമ്മജനാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. വീണ്ടും എന്താണ്? നൊബേലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഏതായിരുന്നു? പ്രകാശമായിരുന്നു കേട്ടോ, പ്രകാശം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയായിരുന്നു. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു ആക്ടിംഗ് ആണ്. ആരാണ്? വിജയഭാരതി സയാനിയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ്. പഠിച്ചു വയ്ക്കുക, നിയമനങ്ങളൊക്കെ എല്ലാം പഠിച്ചു വയ്ക്കുക, ചോദിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ കണക്ഷൻ ഇട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാ വർമ്മയ്ക്കാണ്. ഇത് ഞാൻ ഓർത്ത് വയ്ക്കുന്നത് നമുക്ക് സരസ്വതി ദേവിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സരസ്വതി ദേവിയുടെ പുറകിലൊക്കെ ഒരു പ്രഭയുണ്ടല്ലോ, ഒരു പ്രകാശം പോലെയൊക്കെ നമ്മളെ പിക്ചറിലൊക്കെ കാണാറുണ്ട്. ആ പ്രഭയാണ് ഞാൻ ഓർത്ത് വയ്ക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ ഓക്കെ, നിങ്ങൾക്കത് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാ വർമ്മയ്ക്കാണ്. ഓക്കെ, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഹിമപ്പൂലിയായിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ് കേട്ടോ. വി ഹരി നായർ IAS ആണ്. ഓർത്ത് വയ്ക്കുക. വിവരാവകാശ കമ്മീഷനൊക്കെ എന്താണ്? മനുഷ്യാവകാശം, വിവരാവകാശം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി. ഇതും വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചാണ്. ഏതാണ്? നർഗീസ് മുഹമ്മദി ആയിരുന്നു. ഇതാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് കേട്ടോ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ശ്രീമൻ നാരായണനാണ്. ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ഇദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ തന്നെ കുറേ പക്ഷികൾക്കായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് 100,000-ഓളം വാട്ടർ ഫീൽഡുകൾ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇദ്ദേഹം പ്രസിദ്ധനായത്. ഓക്കെ, ശ്രീമൻ നാരായണനാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചു. അദ്ദേഹം ഏത് വർഷമാണ് അന്തരിച്ചതെന്നാണ് ഈ ക്വസ്റ്റ്യനായിട്ട് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. ഹരിത വിപ്ലവമായിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം എന്താണ്? ട്രെൻഡിങ് ടോപ്പിക്കായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇദ്ദേഹം മരിച്ച ഡേറ്റ് ഓർമ്മിച്ച് വയ്ക്കുക. 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. സെപ്റ്റംബർ 28-നാണ്. അതുപോലെ തന്നെ ഫാത്തിമ ബീവി, P വത്സല, ഇവരൊക്കെ മരിച്ച ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ അതങ്ങനെയായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചു വയ്ക്കുക. സെപ്റ്റംബർ 28 ആണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ,